ഒരു വ്യക്തി ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് കിറ്റ് വരെ കൊണ്ടുവന്ന് തന്നു ഇന്നലെ. ഞങ്ങളെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ പറഞ്ഞു പോകും അവിടെ അവസ്ഥ അങ്ങനെയാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് കിറ്റിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. 200 എന്നുള്ളത് ചില ദിവസങ്ങളിൽ ചില അതിലും ബാക്കോട്ടാണ്. ഞങ്ങൾക്കിപ്പോൾ അരി മേടിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം ഞങ്ങളൊരു 500 ഒക്കെ ഓട്ടോ ഓടുന്നതിന്, അപ്പോൾ അതുമില്ല. ബാംഗ്ലൂരിൽ നിന്നൊരു ടീം വന്നിട്ട് ഞങ്ങൾക്ക് 2-3 മാസം കൂടുമ്പോൾ ഓരോ കിറ്റ് കൊണ്ടുവന്ന് തരും. ചൂരൽമല ദുരന്തമുണ്ടായി 2 വർഷം പൂർത്തിയായിട്ടിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ ഒരിക്കൽ കൂടി ചൂരൽമലയിലെത്തുമ്പോൾ വിജനമായ ഒരു ചൂരൽമലയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ആളില്ല. ചൂരമല ടൗണ് കണ്ടില്ല, അവസ്ഥ കണ്ടില്ലേ, ശൂന്യമായി കിടക്കുകയാണ്. ഞങ്ങൾ ഒരു 5-8 ഓട്ടോക്കാരുണ്ട്, സ്ഥിരമായിട്ട് വരും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഇരുത്തായിരിക്കും. ചിലപ്പോൾ 100-200 കിട്ടിയാൽ കിട്ടി. വണ്ടി വിളിക്കാൻ ആളില്ല. ടൂറിസ്റ്റ് മേഖലകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾ ജോലി ഇല്ലാതിരിക്കുക, വീട്ടിലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് അങ്ങെത്തി. ആ ഒരു വിവരം ഇതുവരെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് കിറ്റ് വരെ കൊണ്ടുവന്ന് തന്നു. ഞങ്ങളെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ പറഞ്ഞു പോകും അവിടെ അവസ്ഥ അങ്ങനെയാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് കിറ്റിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഓട്ടമല്ല. നിങ്ങളിപ്പോൾ വന്ന സമയത്ത് കണ്ടില്ലേ, ഒരു ടൗണിൽ വണ്ടി വിളിക്കാൻ ആളില്ല. ടൂറിസ്റ്റ് മേഖലകൾ മൊത്തം അടഞ്ഞു കിടക്കുക. ഏതെങ്കിലും ഒന്ന് ക്ലിയറായി കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ കാര്യങ്ങൾ വൃത്തിയായി പോകായിരുന്നു. അടയ്ക്കും ചെയ്യാണ്, ഇവിടെയുള്ള ആളുകൾ പോവുകയും ചെയ്യാണ് പല വഴിക്ക് ഇവിടെ നിൽക്കാൻ പേടിച്ചിട്ട്. പക്ഷെ ഞങ്ങൾക്ക് നിൽക്കാനൊന്നും കാര്യങ്ങൾ പേടിയൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ തന്നെ നിലവിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. നിഷാദിനെ ഒരു കൊല്ലം മുന്നേയും ഞാൻ നിഷാദിൻ്റെ വയറ്റെടുത്താണ്. അദ്ദേഹം അന്നും ഇതാണ് പറഞ്ഞത്, 200 രൂപ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനാവുമോ. അതേ ഒരു അവസ്ഥ തന്നെയാണ് ഈ 2 കൊല്ലം കഴിയുമ്പോഴുള്ളത്. ഇപ്പോഴുള്ള ഇവിടെയുള്ള ആളുകൾ തന്നെ താമസക്കാർക്ക് ഉണ്ടോ? താമസക്കാർ കുറവാണ്. ഇപ്പോൾ ഈ മീനാക്ഷി ഊരിൽ മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം ആൾ കുറവാണ്. ഇപ്പോൾ ഇങ്ങോട്ട് ചൂരമല ടൗണിൻ്റെ ഇപ്പുറം സ്കൂൾ റോട്ടിൽ ഒരു കുടുംബം താമസമുള്ളൂ. പിന്നെ അട്ടമല കുറച്ച് ആദിവാസി ഫാമിലിയുടെ 6-7 കുടുംബം അവരുണ്ട്. അതേ ഉള്ളൂ. പിന്നെ എവിടത്തേക്കാൾ നിങ്ങൾ ഓട്ടം വിളിക്കുന്നത്? അതന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ. ആ ചോദ്യം തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഞങ്ങളെ വിളിക്കാനുള്ള ആരും വേണ്ടേ. അതിന് ടൂറിസ്റ്റ് മേഖല ഒന്ന് തുറന്നു കിട്ടിയാൽ മതി. ഞങ്ങൾ വേറെ ആരടുത്തും ഒരു കൈ നീട്ടേണ്ട അവസ്ഥ വരില്ല. വേറെ ഏതെങ്കിലും സ്റ്റാൻഡിൽ ഓടാനുള്ള സാഹചര്യമൊന്നും ഇല്ലേ? നമ്മളിപ്പോൾ മേപ്പാടിയത്ത് ഇവിടുന്ന് പോയ വണ്ടികൾ മേപ്പാടി കൽപ്പറ്റയൊക്കെ പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. പിന്നെ ഞങ്ങൾ ഈ ഇപ്പോൾ നിലവിൽ 8 വണ്ടി ഓടുന്നുണ്ട്. 13 വണ്ടി നിലവിൽ സ്റ്റാൻഡിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ 5 പേര് പുറത്ത് ജോലിക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ മേപ്പാടിയിൽ നിന്ന് പോയാൽ അവർ അംഗീകരിക്കൂല ഞങ്ങളെ. ഇപ്പോഴും 10-200 രൂപ കൊണ്ട് ഒരു ദിവസം കഴിഞ്ഞു കൂട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലേ? ആ 200 എന്നുള്ളത് ചില ദിവസങ്ങളിൽ ചില അതിലും ബാക്കോട്ടാണ്. ഇപ്പോൾ ഈ മൃഗശല്യങ്ങൾ കുറച്ച് ഓവറായി വരുന്നുണ്ട്. ഇപ്പോൾ മിനിഞ്ഞാന്ന് ഞങ്ങളുടെ സ്റ്റാൻഡിൽ മൊത്തം ബ്ലഡാണ്. അത് എന്തിൻ്റെ നായയാണോ ഇനി പന്നിനെയാണോ എന്നറിയില്ല. അതിന് 2 ദിവസം മുമ്പ് ഞങ്ങൾ ഇതിൻ്റെ ബേക്കിലൊരു പന്നിനെ ഫോറസ്റ്റുകാർ വന്ന് കുഴിച്ചിട്ട്. തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ കാടായി പോയപ്പം ഇവിടെ എനിക്ക് വന്ന വന്യജീവികൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലേ? ഉണ്ട്. അപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ടില്ലേ, തൊട്ടപ്പുറത്ത് പിന്നെ പുലിനെ കണ്ട വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടിയതല്ലേ. അപ്പോൾ ആ ഒരു ടെൻഷൻ. രാത്രിയാകുമ്പോൾ അവിടെ പുറത്തിറങ്ങാനൊക്കെ ഒരു പേടി. ഞങ്ങൾക്കിപ്പോൾ അരി മേടിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം ഞങ്ങളൊരു 500 ഒക്കെ ഓട്ടോ ഓടുന്നതിന്, അപ്പോൾ അതുമില്ല. ഒരു 250-150 വെച്ചിട്ടൊക്കെ കിട്ടിയെങ്കിലായി, അത്രേ ഉള്ളൂ. ഒരു 50 രൂപേൻ്റെ മീൻ മേടിക്കും, അതുകൊണ്ട് 2 ദിവസമായിട്ട് ഒപ്പിച്ചു പോകും. പിന്നെ റേഷാപ്പിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നതായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകും. അങ്ങനെ തന്നെ ഉള്ളൂ. ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരുടെ സ്ഥിതിയാണ്. 13 ഓട്ടോറിക്ഷക്കാരുണ്ട് ഇവിടെ. ഒരു സ്ഥിതി അങ്ങനെ തന്നെ. ആരെങ്കിലുമൊക്കെ സഹായിക്കലുണ്ടോ? ഇല്ല, നമ്മളങ്ങനെ ബാംഗ്ലൂരിൽ നിന്നൊരു ടീം വന്നിട്ട് ഞങ്ങൾക്ക് 2-3 മാസം കൂടുമ്പോൾ ഓരോ കിറ്റ് കൊണ്ടുവന്ന് തരും. ആ കിറ്റും കൊണ്ടാണ് ഇപ്പോഴും നമ്മളങ്ങനെ കഴിഞ്ഞു പോകുന്നത്. ഓട്ടോ വിളിക്കാൻ പണിക്ക് പോണേറ്റങ്ങൾ ഒന്ന് വിളിക്കും, ചിലപ്പം വിളിക്കും. ദൂരമൊക്കെ സ്ഥലമൊക്കെയാണെങ്കിൽ വിളിക്കും. അല്ലെങ്കിൽ അവർ നടന്നു പോകും. അവർക്കും തന്നെ എന്തെങ്കിലും കിട്ടിയിട്ട് വേണം, ലൈമെന്ന് കിട്ടിയിട്ട് വേണം. അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ചിലപ്പം വിളിക്കും, ചിലപ്പം വിളിക്കൂല. മൃഗശല്യം മിനിഞ്ഞാന്ന് പിന്നെ എൻ്റെ ഓട്ടോറിക്ഷൻ്റെ ബാക്കിൽ വന്നിട്ട് ഒരു പുലി പിന്നെ പന്നീനെ പിടിച്ചിരിക്കുന്നു. അത് രാവിലെ വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ പന്നിയാണോ എന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആൾക്കാർക്കൊക്കെ കൊടുത്തു. വൈകുന്നേരമൊക്കെ ഇവിടെ ഞങ്ങൾ എത്ര മണി വരെ ഉണ്ടാവും? ഞങ്ങൾ ഏറി വന്ന ഒരു 5 മണി വരെ ഉണ്ടാവുള്ളൂ.
അതിൽ കൂടുതൽ വിൽക്കൂല. അതിനുശേഷം ഫുള്ള് ഇരുട്ടായിരിക്കും ലൈവ്. നല്ല ഇരുട്ടായി. കറണ്ട് പറഞ്ഞാൽ ഇവിടെയൊക്കെ കറണ്ട് ഉണ്ട്, കുറഞ്ഞ വാങ്ങുന്നുള്ള കറണ്ടുള്ളൂ. എന്താ ഇപ്പം ചെയ്യുക, ഉള്ളതായിട്ട് ഏതെങ്കിലും കാലം നമുക്കും വരും, നല്ലത് വരും എന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കുകയാണ്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിക്കും, അവനക്ക് ദൈവം കൊടുക്കും, അതന്നെ.